റെഡ് വെൽവെറ്റ് കേക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആവുന്നുണ്ടോ? അതായത് പൊങ്ങാതെ നമ്മൾക്ക് അതിൻ്റെ എന്താ പറയുക 3 ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിച്ചിടേണ്ട ഒരാവശ്യം വന്ന് അതിന് തികയാതെ വരിക. പിന്നെ 3 ലെയർ തന്നെ കറക്റ്റ് അളവിൽ കിട്ടാതിരിക്കുക, കേക്കിൻ്റെ ഹൈറ്റ് കുറയുക, അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇനി ഉണ്ടാവില്ല. ഇതേ മെഷർമെൻറ്റിൽ യൂസ് ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. എല്ലാ മെഷർമെൻറ്റ്സും എഴുതിയിട്ടുണ്ട്. പിന്നെ വീഡിയോ നന്നായി വാച്ച് ചെയ്താൽ മാത്രമാണ്, കാരണം വീഡിയോ കുറേ ഉണ്ട്. അപ്പോൾ വീഡിയോ ആക്കി ഇടണ്ടല്ലോ, ഷോർട്സ് ആക്കി ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് നിങ്ങളൊരു പേപ്പർ കണ്ടിട്ടുണ്ടായിരിക്കും, ഇതിലുണ്ട് അതിൻ്റെ വീഡിയോ എന്തുകൊണ്ടാണ് ആ പേപ്പർ വെച്ചിട്ടുള്ളതെന്നൊക്കെ. ജസ്റ്റ് പറയാം, അടപ്പിൻ്റെ മുകളിലേക്ക് ഒന്നും ആവാതിരിക്കാനാണ്. പിന്നെ നമ്മൾ ഇത് കണ്ടോ, ഞാൻ ഹാൻഡ് ബീറ്ററല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് ബീറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ മൈദ ഒക്കെ ഒരു ഹാഫ് അളവ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂട്ടിയെടുക്കണം. അതായത് 1.5 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതേപോലെ നമ്മൾ 1/4 ടീസ്പൂണാണ് ബേക്കിംഗ് പൗഡറാണ് 1.5, ബേക്കിംഗ് സോഡ നമ്മൾ 1/4 ടീസ്പൂണാണ് എടുക്കാറ്. അത് നമ്മൾ കുറച്ച് കൂട്ടിയെടുക്കണം, അതായത് 1/2 ടീസ്പൂൺ എടുക്കണം. പിന്നെ നമ്മൾ ഓയിൽ അധികം ഒഴിക്കുക. സാധാരണ നമ്മൾ 1 kg ഓയിൽ ഒരു 1/4 കപ്പാണ് ഉപയോഗിക്കുക, 1/4 കപ്പ് ഒഴിക്കരുത്. കാരണം നമ്മൾ ബട്ടർ മിൽക്ക് ചേർക്കുമ്പോൾ അതിലത് കറക്റ്റ് ഒരു നെയ്യിൻ്റെ ടേസ്റ്റും ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ബട്ടർ മിൽക്ക് അരിക്കുകയാണ് ചെയ്യണത് കണ്ടോ. ഈ അരിക്കണത് എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ഒരു വെള്ളം മാറി കിട്ടാനാണ്. നമുക്ക് അതിൻ്റെ മെയിൻ സംഭവമല്ലേ വേണ്ടുള്ളൂ. എന്നിട്ട് അതിലാണ് ഇത് പാലിന് നല്ല കട്ടിയുള്ള 30 രൂപയുടെ മിൽമ പാലാണേ, അതാണ് ഇതിനാ പാല്. നമ്മൾ സാധാരണ 28 രൂപയുടെ ആണെങ്കിൽ അത് ആ വെള്ളം മാത്രമാണ് നമുക്ക് അരിച്ചെടുക്കാൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ബട്ടർ മിൽക്കാണ് കളറ് ആഡ് ചെയ്തിട്ട് നമ്മൾ അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് പിന്നെ ഒരു കട്ടിയായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കുമല്ലോ, അതൊക്കെ മെൽറ്റായി കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ കളറും ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് രണ്ടും അതിനനുസരിച്ച് നമ്മൾ ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പതുക്കെ ഒരുപാടിട്ട് ഇളക്കി ഇതാക്കരുത്. നമ്മൾ ആ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ അത് പതുക്കെ ചെയ്തെടുക്കുക. നോക്കിയാൽ ഞാൻ 1 kg ഹൈറ്റ് കേക്ക് ഉണ്ടാക്കുന്ന പാനിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ 45 മിനിറ്റ്സാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഓരോരുത്തരെ തീയുടെ ഇതിനനുസരിച്ചിരിക്കും. ഞാനൊരു 35 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കിയിടും. നോക്കിയാൽ നല്ല